ആർട്ട് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ആക്ട് ആണെങ്കിലും അതിന് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എപ്പോഴും എൻ്റെ വിശ്വാസം. വളരെ ജൈവിക ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോസസ് ആയിട്ട് സംഭവിക്കുന്നത്. വരയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺഫെഷൻ എന്ന് പറയാം. അവനവനോട് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എൻ്റെ കല സംഭവിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എനിക്കെന്താണ് സംഭവിക്കുന്നത്, എൻ്റെ ചുറ്റുവട്ടം എന്താണ് സംഭവിക്കുന്നത്. ഇതൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷനൊന്നും അല്ല, സൊല്യൂഷൻ അടിച്ചൊന്നും അല്ല. എനിക്ക് അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആയിരത്തി 1906 രവിവർമ്മ മരിക്കുന്നു. പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ കേരള ചിത്രയിൽ. ശരിക്കും രവിവർമ്മ പോലും ഞാൻ ആലോചിക്കുമ്പോൾ രവിവർമ്മ ഒരു പുതിയൊരു എസ്തെറ്റിക്സ് ഉണ്ടാക്കാൻ രവിവർമ്മ അന്വേഷിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ട് ഓർക്കുന്നുണ്ട്. ഈ എൻഡോസൾഫാൻ തളിക്കണം എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് പിന്നീട് സർക്കാർ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചതിന്റെ ആൾക്കാർ പേര് ഒരേ ആള് തന്നെ, രണ്ടിൽ പേര്. അപ്പൊ അന്നേരം ഈ കള്ളനും പോലീസ് ഒരാളാകുന്നൊക്കെ രീതിയിലുള്ള ഇമേജുകളാണ് എൻ്റെ മനസ്സിൽ. നമ്മളൊക്കെ പിന്നെ കോളേജിലൊക്കെ പറഞ്ഞു വിടുന്നതിൽ ഈ ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മളോട് പോയി പഠിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി ഈ ദൈക്ഷണിക തലത്തിലൊരു അന്വേഷണ വാസ്തവത്തിൽ സാഹിത്യത്തിൽ നടന്ന പോലെ ചിത്രമെല്ലാം നടന്നിട്ടോ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അതിപ്പം ഗോപി വിജയനൊക്കെ ചെയ്തിട്ടുള്ള അന്വേഷണങ്ങൾ അന്നുണ്ടായ സാഹിത്യം പലപ്പോഴും വിദേശ സാഹിത്യങ്ങളിൽ ഇൻഫ്ലുവൻസ് വല്ലാതെ ഉണ്ടാകുമ്പോൾ ഇതല്ലാത്തൊരു നോവൽ എങ്ങനെ ഉണ്ടാക്കാന്ന് രീതിയിൽ അന്വേഷണം എനിക്ക് തോന്നുന്നു കസാക്കിലൊക്കെ ഭയങ്കരമായിട്ട് നടത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഗതി ചിത്രത്തിൽ നടക്കുന്നില്ല, അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നില്ല, അതിനൊരു അന്തരീക്ഷമില്ല. സാഹിത്യത്തിൽ ഇത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ തിയ്യൂർ രേഖകൾ തൊട്ടാണ് നമ്മൾ തമ്മിലുള്ള പരിചയം. എൻ പ്രഭാരം മാഷെ നോവലിന് വരയ്ക്കുന്നത് തൊട്ട്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഭാഗ്യനാഥൻ വരച്ചിട്ടുണ്ട്, വരയുണ്ട്, മാത്രമല്ല ആർട്ടിസ്റ്റാണല്ലോ. പക്ഷെ അതിലേക്ക് വരുന്ന സമയത്തെ ഞാൻ പറയുന്നത് ഒരു സാധാരണ വരയും ഇലസ്ട്രേഷനും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ കണ്ണൂരിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് അത് വരുന്നത്, തിയ്യൂർ രേഖകൾ വരുന്നത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മറ്റ് തരത്തിലുള്ള ആർട്ടിസ്റ്റ് വർക്ക് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? അല്ല, തിയ്യൂറിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അന്ന് ആ സമയത്ത് മാങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, കണ്ണൂര് തളിപ്പറം വരെ അടുത്തൊരു സ്ഥലം. ഈ തിയ്യൂറിന്റെ പശ്ചാത്തലവും ഈ മാടായിപ്പാറയാണല്ലോ. അതെ അതെ, അത് അടുത്താണ്. ഞാൻ അല്ലാതെ തന്നെ അവിടെ പോയി ഇരിക്കുന്ന ഒരു സ്ഥലം, വൈകിട്ടൊക്കെ അവിടെ പോയി ഇരിക്കുകയും അതൊരെനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്. അതിനൊരു പ്രത്യേക അറിയാം, അതിന് ജൈവ വൈവിധ്യങ്ങൾ ഇത്തിരി അധികം ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് പറയുന്നത്. അത്രയും ഒരുപാട് സ്റ്റഡീസ് ഒക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ പോയിരിക്കുക. അങ്ങനെ അതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് വായിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ അതിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ അതിനു മുമ്പ് തന്നെ പ്രഭാരം മാഷ പല കഥകളും, നേരത്തെ ഇതിലെ കുറുക്കൻ്റെ ഒക്കെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥകളായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ അതിനകത്ത് കഥാപാത്രങ്ങളെ പോലെ തോന്നി പലതും. പ്രത്യേകിച്ച് അതിനു വേണ്ടി വേറെ റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അറിയുന്ന ആളുകൾ പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതാണ് ആദ്യത്തെ ഒരു അനുഭവം. ആ അർത്ഥത്തിൽ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പെയിന്റ് ചെയ്യുമ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളൊരു എൻജോയ്മെന്റ് അതിനകത്ത് കിട്ടിയിരുന്നു അത് വരയ്ക്കുമ്പോൾ. അതാണ് ആ നോവലിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള ആളുകൾ, നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളെ പോലുള്ള കഥാപാത്രങ്ങൾ. പിന്നെ മാഷ് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ നമുക്ക് പലപ്പോഴും ഈ രീതിയിൽ താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ, ഈ ഗോർദ്ധ ഗോപാൽ എന്ന് പറഞ്ഞ ഒരാളൊക്കെ അവിടെയൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആ രീതിയിൽ അതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും അത് വരയ്ക്കുമ്പോൾ. വരയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും കണ്ണൂര് അല്ലെങ്കിൽ മടായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അതിന് മാങ്ങാട്, ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഭാഗ്യനാഥൻ ചിത്രം എന്നുള്ള ഒരു രീതിയിലേക്ക്, വര എന്നുള്ള സംഗതിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ചെറുപ്പത്തിലുള്ള കാര്യം. അതെ, അത് ചെറുപ്പത്തിൽ സാധാരണ എല്ലാ കുട്ടികളും വരയ്ക്കുന്നു വിചാരിക്കുന്ന ഒരാളാണ്. എല്ലാ കുട്ടികളും വരയ്ക്കും, കാരണം അത് വേറൊരു ഏരിയ ആണല്ലോ, ചൈൽഡ് ഏരിയ വേറെയാണ്. മറ്റു കല പോലെ അല്ല, അതിന് വ്യത്യാസം ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾ ആർട്ട് അതുപോലെ ഞാനും വരയ്ക്കും, എല്ലാ കുട്ടികളും പോലെ വരയ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ സ്കൂള് യുവജനോത്സവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ആ രീതിയിലൊരു താല്പര്യം. വീട്ടിലൊരു അന്തരീക്ഷവും, അച്ഛന് വരയ്ക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അച്ഛൻ്റെ അനിയൻ സ്കൂൾ ഓഫ് ആർട്സിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ ആ ഒരു അന്തരീക്ഷം ഉണ്ട് വീട്ടിലുണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അച്ഛന് ഒരുപാട് കുടുംബ പ്രാരബ്ധം കാരണം പുള്ളിക്ക് അത് വിടേണ്ടി വന്നു. അപ്പൊ പിന്നെ നമ്മൾ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക നന്നായിട്ട്.
അങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഇതാവുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് ഒരു വലിയ മാറ്റമായിട്ട് തോന്നിയിട്ടുള്ളത്, മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കാൻ സാധിച്ചിട്ടുള്ള ബ്രണ്ണൻകോളിൽ ഉള്ള പഠനകാലത്ത് അവിടെ കുറെ എം എ വിജയൻ മാഷൊക്കെ ക്ലാസ്സുകൾ, പിന്നെ അവിടെയുള്ള ചില ക്യാമ്പുകൾ, പിന്നെ ഫോക്ലോർ ക്യാമ്പുകൾ, അതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഇതിനോടൊക്കെ ഒരു സാഹിത്യത്തോടും കലയോടൊക്കെ ഒരു വലിയ താല്പര്യം ഉണ്ടാവും. സിനിമകൾ കാണിക്കായിരുന്നു അവിടെ. അന്നൊരു സംഘം ഉണ്ടായിരുന്നു, നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ്, കലാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിനകത്തൊരു വീണ്ടും ചിത്രകലയിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ നമ്മൾ അടുപ്പിക്കുന്നത് ശരിക്കും. തുടർച്ചയായിട്ട് വരച്ച ഏതെങ്കിലും ചിത്രങ്ങൾ ഓർമ്മയുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സംഗതി വരച്ചുകൊണ്ടിരുന്നതായിട്ട് ഓർമ്മയുണ്ടോ? അതിപ്പോ കൂടുതൽ അടുത്ത കാലത്താണ് ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യുക. അത് എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാ കലാകാരന്മാർക്കും അറിയാതെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം, ചുറ്റുപാട് ഉറപ്പായിട്ട് വരും. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ അടുത്ത കാലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങള് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് എറണാകുളം പോലത്തെ ഒരു അർബനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റി, അല്ല അർബനൈസ്ഡ് ആയിട്ടുള്ള സിറ്റി ലൈഫിന്റെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പുതിയ ചിത്രങ്ങളിൽ ഇപ്പൊ തുടർച്ചയായിട്ട് അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവെച്ചാൽ അതിന് ഈ സ്റ്റാർട്ടിങ് വരുന്ന ഈ വീടിന്റെ അടുത്തൊക്കെയുള്ള ഫ്ലാറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സ്കെച്ച് ചെയ്തിട്ട് ഫ്ലാറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സ്റ്റേജ് പോലെ ആയിത്തീരാണ്. പിന്നീട് പലതരം പെർഫോമൻസ് നടക്കുന്ന പിന്നെ അത് സെറ്റാരിക്കലി വാച്ച് ചെയ്യാൻ തുടങ്ങി. ഈ ചുറ്റുള്ള പൊളിറ്റിക്കലുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ പൊളിറ്റിക്കലി നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ സെറ്റാരിക്കലി വാച്ച് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള സെറ്റയറായിട്ട് ഇതിനെ അത് ചിലപ്പോൾ ഒരുപാട് ഇഷ്യൂസ്, നമ്മൾ ചുറ്റും നടക്കുന്ന ഇഷ്യൂസിനെ പഴഞ്ചൊല്ലുകൾ പോലുള്ള സംഭവങ്ങൾ നാടൻ ചൊല്ലുകളായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഇമേജുകൾ ഉണ്ടാകുകയും അത് ചിലപ്പോൾ ഹിസ്റ്ററി തന്നെയുള്ള റെഫറൻസുകൾ വരുന്നുണ്ടാവും, കലാചരിത്രത്തിലുള്ള റെഫറൻസ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് പലതരം. അതാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വരുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഏതെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പറയുമല്ലോ ചില പക്ഷി മൃഗാദികളൊക്കെ വരുമല്ലോ നമ്മുടെ വരയിൽ തുടർച്ചയായിട്ട് അങ്ങനെ ഒരു. പക്ഷെ ഒരു കാര്യം ഇതുണ്ട്, കണ്ണൂർ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ ഇപ്പൊ ഭാഗത്തുള്ള കുറെ ഇമേജുകൾ, ഇപ്പൊ പൊക്കുടന്റെ ഒക്കെ പല പൊക്കുടൻ, കണ്ടൽ പൊക്കുടന്റെ ഒക്കെ വീട്ട്, അതിന് ഒരു റീസൺ ഉണ്ട് ശരിക്കും. ഇപ്പൊ മധുരാജയായിട്ട് ബന്ധപ്പെട്ട് എൻഡോസൾഫാനെ ആദ്യ സമയത്തൊക്കെ ഞാനും കൂടെ പോസ്റ്ററൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പരിസ്ഥിതി സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാക്കി, ചില കൺവെൻഷനൊക്കെ പങ്കെടുക്കുകയും അതിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന ചില ഇൻഫ്ലുവൻസ് ഉണ്ട് വേറെ രീതിയിൽ ഈ പരിസ്ഥിതി ബോധത്തിനെ കുറിച്ച്. അതിൻ്റെ അകത്ത് നിന്നൊക്കെയാണ് പൊക്കുടനെ ഞങ്ങൾ കാണാൻ പോവുകയും പുള്ളിയായിട്ട് സൗഹൃദം ഉണ്ടാവുകയും അങ്ങനെ പുള്ളിയുടെ പോർട്രേറ്റ് ചെയ്യാൻ തോന്നുകയും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ആർട്ടിൽ എപ്പോഴും ആർട്ട് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ആക്ട് ആണെങ്കിലും അതിന് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എപ്പോഴും എൻ്റെ വിശ്വാസം. വളരെ ജൈവിക ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോസസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു മിഷൻ ഉണ്ടാക്കുന്ന പോലെ അല്ല എന്നെ സംബന്ധിച്ചുള്ള ആർട്ട് സംഭവിക്കുകയാണ്. അതിന് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, എങ്കിൽ പോലും അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ പൊക്കുടന്റെ ഒക്കെ പോർട്രേറ്റിലേക്ക് ഞാൻ എത്തുന്നത് അങ്ങനെയാണ്. മൂപ്പര് വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ചെയ്തപ്പം മൂപ്പര് ചിത്രം വരയ്ക്കാൻ തോന്നി. അപ്പൊ ആ രീതിയിലുള്ള ഇമേജുകൾ കയറി വരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ കണ്ണൂർ താമസിക്കുമ്പോൾ പലപ്പോഴും പിന്നെ തെയ്യം പോലുള്ള ചില ഇമേജുകളൊക്കെ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ അത് വരാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ കാണുന്നു. അതിൻ്റെ അകത്തുള്ള ഞാൻ ശ്രമിച്ച തെയ്യത്തിന്റെ മിത്താണ് എന്നെ കൂടുതൽ താല്പര്യം തോന്നുന്നത്. തെയ്യത്തിന്റെ മിത്തും അതിന്റെ ഫോമും തമ്മിൽ റിലേഷൻ, അതിനകത്തൊക്കെ ചില സംഭവങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ കണ്ണൂരൊക്കെ താമസിക്കുമ്പോൾ. പൊതുവെ എനിക്ക് തോന്നുന്നത് ആർട്ട് എപ്പോഴും അങ്ങനെ നമ്മളെവിടെ താമസിക്കുന്നു, എവിടെ ജീവിക്കുന്നു എന്നുള്ള സംഗതികൾ നമ്മൾ എന്തായാലും അറിഞ്ഞോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്റെ വർക്കുകൾ, ചിത്രങ്ങൾ സംഭവിക്കുകയാണെന്ന് പറയാം ഒരു അർത്ഥത്തിൽ. അല്ലാതെ അത് അതിന് മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നത്. വരയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺഫെഷൻ എന്ന് പറയാം. അവനവനോട് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എൻ്റെ കല സംഭവിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എനിക്കെന്താണ് സംഭവിക്കുന്നത്, എൻ്റെ ചുറ്റുവട്ടം എന്താണ് സംഭവിക്കുന്നത്. ഇതൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷനൊന്നും അല്ല, സൊല്യൂഷൻ അടിച്ചൊന്നും അല്ല. അത് ശരിക്കും അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ആർത്തിലൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പം കണ്ണൂരിനെ പറ്റി പറയുമ്പേ, കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഒരു ചോപ്പിന്റെ ഒരു നാടാണ്. എല്ലാ തരത്തിലും ചോപ്പിന്റെ ഒരു പ്രളയം ഉള്ള സ്ഥലമാണത്. അപ്പൊ തെയ്യമായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയായാലും ഒക്കെ തന്നെ അങ്ങനെയാണ്. അപ്പൊ ഈ റെഡ് എന്നുള്ള സംഗതിയെ അത് എത്രമാത്രം ഭാഗ്യനാഥനെ സ്വാധീനിച്ചിട്ടുണ്ട്? അല്ല, കളർ പലപ്പോഴും എനിക്ക് തോന്നുന്നത് സബ്ജക്റ്റ് മാറ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കളർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു കളർ പ്രത്യേകിച്ച് ഒരു സമയത്ത് അങ്ങനെ അല്ലത്. എന്റെ മെറ്റീരിയലും മീഡിയം എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വാട്ടർ കളർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വാട്ടർ കളർ ചെയ്യാൻ പറ്റുന്ന വാട്ടർ കളർ ഉപയോഗിക്കാം. അല്ലാതെ ഈ കളർ അതേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ സബ്ജക്ട് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ രീതിയിലാണ് കളർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് പറയാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിന്റെ ഒരു ആധിക്യം ഉണ്ടല്ലോ അവിടെ, അതെങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ മിത്തുകളിൽ തന്നെയുള്ള ഇതിൽ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം തെയ്യത്തിലൊക്കെ തന്നെ ചുവപ്പൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പച്ചേന്റെ ഇടയിൽ വരുമ്പോൾ ഈ കോൺട്രാസ്റ്റ് വരിക, അങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ആ സമയത്തുള്ള വർക്കുകളൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ BFA ഇതിന് പോകുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് അതിലേക്ക് പോകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നത് എങ്ങനെയാ ഭാഗ്യനാഥൻ? എങ്ങനെയാ അത് ആദ്യം ഞാൻ തലശ്ശേരി ഒരു സ്കൂൾ ഓഫ് ആർട്സിൽ 2 വർഷം പഠിക്കുന്നുണ്ട്. അവിടുന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു പഠന രീതിയായിരുന്നു അവിടെ. കൃത്യമായിട്ട്
നമ്മൾ മോഡൽ വെച്ച് നോക്കി വരയ്ക്കുക. അങ്ങനെ അനോട്ടമിയുടെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്കില്ല് ഡെവലപ്മെന്റ് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നീട് അത് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലോക ചരിത്ര കലാചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല. അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് പുസ്തകങ്ങളെ കാണുന്നുള്ളൂ. പിന്നെ അല്ലാതെ കാണുന്നത് ഈ മാതൃഭൂമിയിലൊക്കെയുള്ള ഇല്ലസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ അന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കലാചരിത്രത്തിനോടൊക്കെ ഇപ്പം താല്പര്യമുണ്ട്. ഞാനിപ്പം കലാചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വേറെ രീതിയിൽ, ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയാം. അങ്ങനെ അത് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പോകുന്ന ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കേരളീയ ചിത്രകലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോകുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥയുടെയൊക്കെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള മൊത്തത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള യൂത്തിന്റെ ഇടയിലുണ്ടായിട്ടുള്ള ഒരുപാട് സംഗതികൾ ചിത്രകലയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് അതുവരെ നിലവിലുള്ള പലതും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ യൂത്ത് എല്ലാ സ്ഥലത്തും. ഇപ്പൊ കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജിൽ ജനകീയ വിചാരണ നടക്കുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് ആർട്ടിൽ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് നാടകത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് അന്ന് നമുക്ക് മുമ്പിലുള്ള സീനിയേഴ്സ് കൂട്ടം ചേർന്നിട്ട് ഇതിനെ തൊട്ടു മുമ്പുള്ള കലയുടെ ആശയത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയൊരു കലയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ഞാനവിടെ പഠിക്കാൻ പോകുന്നത്. അത് എനിക്ക് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പല രീതിയിലും. കാരണം അത് ആലോചിക്കുമ്പോൾ, ഹിസ്റ്റോറിക്കലി ആലോചിക്കുമ്പോൾ എനിക്ക് വന്നത് ഇപ്പോൾ 1906 രവിവർമ്മ മരിക്കുന്നു. പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ കേരളീയ ചിത്രകലയിൽ. ശരിക്കും രവിവർമ്മയുടെ സ്കൂളിൽ കുറെ ചിത്രങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് വരുന്ന പൊതുവാള് അല്ലെങ്കിൽ പിന്നെ മാധവ മേനോനെ പോലുള്ള ചിത്രകാരന്മാർ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും രവിവർമ്മ സ്കൂളിന്റെ ഒരു തുടർച്ചയാണ് പൊതുവെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. രവിവർമ്മ പോലും ഞാൻ ആലോചിക്കുമ്പോൾ രവിവർമ്മ ഒരു പുതിയൊരു എസ്തെറ്റിക്സ് ഉണ്ടാക്കാൻ രവിവർമ്മ അന്വേഷിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം യൂറോപ്യൻ ആർട്ടിന്റെ രീതിയിലല്ലാതെ വേറൊരു ഇതുണ്ടെങ്കിൽ പോലും ഒരു പുതിയൊരു കാരണം അതിനു മുമ്പുള്ള കേരളത്തിലെ ചുമർ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ കളമെഴുത്ത് ഇതൊന്നും രവിവർമ്മ സ്വാധീനിക്കുന്നേ ഇല്ല, വേറെ ശ്രദ്ധിക്കുന്നില്ല രവിവർമ്മ. അപ്പൊ അത് അങ്ങനെ ഒരു പിന്നെ രവിവർമ്മയ്ക്ക് ശേഷം വേറൊരു ഗ്യാപ്പ് വരുന്നു. പിന്നീട് വരുന്നത് ശരിക്കും ഈ ഇല്ലസ്ട്രേഷൻ ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ചിത്രം വരച്ച് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമില്ല. അതിന്റെ ഉറപ്പായിട്ടും മെറ്റീരിയൽസ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് ഈ മദ്രാസ് സ്കൂളിൽ നിന്ന് KCS പണിക്കർ ശിഷ്യന്മാരോട് വന്നിട്ട് ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത്. ഇല്ലസ്ട്രേഷന്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഭാഗ്യനാഥൻ പഠിക്കുന്ന സമയത്ത് AS ഉണ്ട്, നമ്പൂതിരി ഉണ്ട്, അത്രയും ഗ്രേറ്റ് ഇല്ലസ്ട്രേറ്റേഴ്സ് ഉള്ള സമയമാണ്. അപ്പൊ ഇവരൊക്കെ ഇതെങ്ങനെയെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ നോക്കി എങ്ങനെയാണ് ASനെയും നമ്പൂരിനെയൊക്കെ എങ്ങനെയാണ് ഭാഗ്യനാഥൻ കണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു സ്കൂൾ ഓഫ് ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ വേറൊന്നും കാണുന്നില്ല. നമ്മൾ രവിവർമ്മയ്ക്ക് ശേഷം പിന്നീട് കാണുന്നത് പിന്നെ മാധവനയുടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ചിത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ലായിരിക്കും. അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ വരുന്ന കുറച്ച് ചിത്രങ്ങൾ, അന്ന് എൻട്രി മത്തീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത് ഇപ്പൊ വാട്സപ്പ് കാണുന്ന പോലെ അന്ന് നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഈ മാതൃഭൂമി വീക്കിൽ വീട്ടിലൊക്കെ ഒരുപാട് അന്ന് എല്ലാ വീട്ടിലും മാതൃഭൂമിയൊക്കെ വായിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത്തരം ഡ്രോയിങ്ങുകൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടില്ല ആ ജനറേഷനിലെ പലരും ക്രിട്ടിക്കലി ഇപ്പം പലരും പറയാറുണ്ട് നമ്പൂരിനെ കുറിച്ചും. ഇവരൊക്കെ ക്രിട്ടിക്കലി പറയുന്ന അടുത്ത് പോലും ഞാൻ ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടോ നമ്മൾ സീനിയേഴ്സിന്റെ അടുത്ത്. അവരൊന്നും അത് കോപ്പി ചെയ്തിട്ടുള്ള കാര്യം ശരിയാണ്, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം അന്ന് നമ്മളെ ജനറേഷനിൽ പലരും ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. കാരണം വേറൊന്നും കാണുന്നില്ല. പിന്നെ ആ രീതിയിൽ ആകൃഷ്ടരാകുന്നുണ്ട് ഇതിനകത്ത് പലരും, ഞാൻ ഉൾപ്പെടെ. പ്രത്യേകിച്ചും ASും നമ്പൂരിയുടെ ഒക്കെ ചിത്രങ്ങൾ ഒരു സാധാരണമല്ലാത്ത ഒരു രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുക, അത് കാണാം. അപ്പൊ അതിന്നാണ് തുടങ്ങുന്നത്. അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പിന്നെ കോളേജിലൊക്കെ പറഞ്ഞു വിടുന്നതിൽ ഈ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മളോട് പോയി പഠിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന പോലെ തോന്നിയിട്ടുണ്ട്, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയിട്ടില്ല, നേരത്തെ പറഞ്ഞായിട്ട് കണക്ട് ആയിട്ട് പറയാം, ഈ ദൈക്ഷണിക തലത്തിലൊരു അന്വേഷണ വാസ്തവത്തിൽ സാഹിത്യത്തിൽ നടന്ന പോലെ ചിത്രമെല്ലാം നടന്നിട്ടോ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അതിപ്പം വിജയനൊക്കെ ചെയ്തിട്ടുള്ള അന്വേഷണങ്ങള് ഞാൻ അന്വേഷണം തന്നെ പറയുന്നത്. അതിന് മറ്റു രീതിയിൽ ഇപ്പൊ വിജയൻ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ വീണ്ടും തോന്നുന്നത് ഇപ്പൊ അന്നുണ്ടായ സാഹിത്യം പലപ്പോഴും വിദേശ സാഹിത്യങ്ങളുടെ ഇൻഫ്ലുവൻസ് വല്ലാതെ ഉണ്ടാകുമ്പോൾ ഇതല്ലാത്തൊരു നോവൽ എങ്ങനെ ഉണ്ടാക്കാന്ന് രീതിയിലുള്ള അന്വേഷണം എനിക്ക് തോന്നുന്നത് കസാക്കിലൊക്കെ ഭയങ്കരമായിട്ട് നടത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇതൊന്ന് വ്യത്യസ്തമായിട്ടൊരു ഭാഷ എങ്ങനെ നമ്മുടെ ഇതല്ലല്ലോ നമ്മളെ നോവല്, വേറൊരു നോവൽ എഴുതേണ്ടല്ലോ എന്നുള്ളൊരു കസാക്കിലൊക്കെ ഇപ്പം ഞാൻ ആ രീതിയിൽ റീഡ് ചെയ്യുന്നതിനാ മറ്റൊരു രീതിയിൽ. അപ്പൊ അതിന് വലിയ അങ്ങനെ ഒരു സംഗതി ചിത്രങ്ങളിൽ നടക്കുന്നില്ല, അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നില്ല, അതിനൊരു അന്തരീക്ഷമില്ല. സാഹിത്യത്തിൽ ഇത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ലോക സാഹിത്യമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് സാഹിത്യ ഉണ്ടാകുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉറൂബിന്റെ ഒക്കെ സാധനങ്ങൾ, ഉറൂബ് പെസ്കേഡ് ഒക്കെ ഇതിലൊക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇത്ര സംഭവിക്കുന്നത് അതേ പറഞ്ഞു. നേരത്തെ ഞാൻ ട്രിവാൻഡ്രം കോളേജിൽ പോയ സമയത്താണ് ഇങ്ങനെ ഒരു അന്വേഷണം, ദൈക്ഷണിക തലത്തിലൊരു അന്വേഷണ വാസ്തവത്തിൽ ലോക ചിത്രമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നത്. അതായത് കല ആത്മാവിഷ്കാരം മാത്രമല്ലെന്നും സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപെടലുകൾ കലയ്ക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ റാഡിക്കൽ ഗ്രൂപ്പ് കുറെ ചോദ്യങ്ങൾ
അതെ. കേരളീയ സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെ വിമർശിച്ചാൽ ഇപ്പം ഭയങ്കര ക്രിട്ടിക്കലി പലരും പറയുന്നത് പോലും അതിന് മുന്നിലില്ലാത്ത രീതിയിൽ നിരവധി ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് കലയ്ക്ക് റോള്, കല എന്തിനാണ്, ഇതുവരെയുള്ള രീതിയാണ്. ഇപ്പൊ മദ്രാസ് സ്കൂളിനെ നിശ്ചിതമായിട്ട് അവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ കാരണമുണ്ട്. ഞാനതിന് ഇതൊന്നും ഞാൻ ക്രിട്ടിക്കലല്ല, ഞാനിത് കാണുന്നത് പലപ്പോഴും ഇതൊക്കെ പല രീതിയിലുള്ള പല നടത്തുന്ന അന്വേഷണങ്ങളായിട്ടാണ്. പല ജനാധിപത്യ അന്വേഷണങ്ങളാണ്. അതായത് എനിക്കൊന്ന് പണിക്കർ അന്വേഷണത്തിൽ തന്നെ ഇതുണ്ട്. അന്ന് അവർ അഡ്രസ് ചെയ്തൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഭാരതീയത എന്നൊരു ഇന്ത്യൻനെസ് എങ്ങനെ കൊണ്ടുവരാനൊരു, അതിന് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടൊരു കൽക്കട്ടയിലുള്ള അന്വേഷണങ്ങള്. പണിക്കർ അന്വേഷിക്കുമ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ കാണുന്നത് ഇപ്പൊ കളമെഴുത്ത്, കേരളത്തിലെ കളമെഴുത്തുന്നൊക്കെ എങ്ങനെ ഒരു വേർഡ്സ് ആൻഡ് സിംബിൾസിൽ കാണുന്നത് വാക്കുകൾ തന്നെ ഒരു വിഷ്വൽ ആണത്. പക്ഷെ അർത്ഥമൊന്നുമല്ല അതിന്റെ ശ്രദ്ധിക്കേണ്ട, വാക്കുകൾ തന്നെ ഒരു വിഷ്വൽ ആക്കി മാറ്റാൻ പറ്റും. ഇതിന്റെ മലയാളിന്റെ ആയിട്ടൊരു എനിക്കങ്ങനെ ഇപ്പൊ റീഡ് ചെയ്ത് ഞാനങ്ങനെ വാക്കുകളും പ്രതീകങ്ങളും സീരീസ് ഒക്കെ ഒരു വിദേശ ചിത്രങ്ങൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഒരു ഭാരതീയത കൊണ്ടുവരാം, അതിനകത്ത് വിഷ്വലി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു കലക്കകത്തേലൊരു അന്വേഷണം പോലെ. അതേസമയം അവിടെ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് അതേസമയം മറ്റ് വിദേശ പല ആളുകളും ആർട്ടിസ്റ്റുകൾ കണക്ട് ചെയ്ത പല പൊളിറ്റിക്കലുള്ള കാര്യങ്ങള്, മറ്റ് ചുറ്റുപാടുള്ള കാര്യങ്ങൾ അത് ഇവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതിനെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് റാഡിക്കൽ ഗ്രൂപ്പിലേക്ക് പലരും. കാരണം അത് ശ്രദ്ധിക്കുന്നില്ല അവര്. കലക്കകത്തേണ്ട അന്വേഷണമായിട്ട് ഫോമിന്റെ തലത്തിൽ മാത്രം എങ്ങനെ ഇപ്പൊ അവർ സബ്ജക്റ്റുകൾ പലതും എടുത്താറേ, പണിക്കറൊക്കെ ചിത്രം എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. വേർഡ്സ് ആൻഡ് സിംബിൾസ് ഒന്നും ഒരു ഫോമൽ എലമെന്റ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ കലക്കകത്തൊരു പുതിയ കല ഉണ്ടാക്കാൻ അന്വേഷണം. അതിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. പിന്നെ ഈ സ്കൂള് പിന്നെ അതായത് നമ്മുടെ പിന്നെ ആർട്ട് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ അധ്യാപകന്മാരുണ്ടായിരുന്നു. അധ്യാപകന്മാരെക്കാളും കൂടുതൽ എനിക്ക് അധ്യാപകരെക്കാളും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സീനിയേഴ്സ് ആണ് ശരിക്കും. ഇപ്പം ഈ ആത്മഹത്യ KP കൃഷ്ണന്മാർ ഉൾപ്പെടെയുള്ള അവർ അവിടെ വന്നിട്ടുള്ള പല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമ്മളെ ഹോസ്റ്റലിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇതിപ്പോ ഈ ഇന്ത്യൻ മോഡേൺ ആർട്ടിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ഞാൻ ഇപ്പം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന രാംകിങ്കറിനെ പോലെ ആളെയാണ്. അതിന് ഇപ്പൊ വേറെ റീസൺ ഞാൻ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നന്ദലാൽ ബോസോ മറ്റിവരൊക്കെ ടാഗോർ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ. ഈ രാംകിങ്കർ നേരെ മറിച്ച് ഒരു വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വരികയും ഒരു സബാൾട്ടൺ ഏരിയയിലുള്ള ഒരു തരം ഇമേജുകൾ, പുതിയൊരു അന്വേഷണം, അതേസമയം വിദേശ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് ഇന്ത്യൻ മോഡേണിറ്റിന്റെ ഒരു വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കാണുന്നത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് രാംകിങ്കറിനെ. ശരിക്കും രാംകിങ്കറിന്റെ അപ്രോച്ച് വളരെ സാധാരണക്കാരായ മനുഷ്യർ വരയ്ക്കുക. അതിൻ്റെ അകത്തുള്ള സന്താൽ ഫാമിലിയിലൊക്കെ കാണുന്ന ആ ശില്പങ്ങളിലൊക്കെ ഈ വളരെ അവർ ഒരു ഡ്രസ്സൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അവർക്ക് ഒറ്റ ഡ്രസ്സ് ഇവർ ഓടിപ്പോയിട്ട് നനഞ്ഞ ഡ്രസ്സ് ഈ ഓട്ടത്തിൽ വേണം അവർക്ക് അത് ഉണക്കാൻ. അതൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഇതിന്റെ ഒരു ദാരിദ്ര്യം, അതേസമയം ഈ പട്ടി ഉൾപ്പെടെയുള്ള ഒരു ഫാമിലിന്റെ മറ്റു മൃഗങ്ങളുടെ സമീപനം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടൊരു സമീപനം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. ഡൗൺ ടു എർത്ത് വാക്ക് ഉപയോഗിക്കാന്ന് അറിയില്ല എങ്കിൽ പോലും മറ്റു പലരും വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ ധീരമായിട്ടുള്ളൊരു ഒരു അന്വേഷണം രാംകിങ്കർ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഈ സീനിയേഴ്സിന്റെ കോളേജ് പഠിക്കുമ്പോൾ സീനിയേഴ്സ് പലരും പറഞ്ഞു കേട്ടതിനകത്താണ് നമുക്കത് നമ്മളും അതിനോട് തുടർച്ചയായിട്ട് പഠിക്കുന്നത്. ശരി, ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ പോലെ ഇപ്പം രാഷ്ട്രീയ വിദ്യാഭ്യാസം രൂപപ്പെടുന്നതല്ലേ. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എൻഡോസൾഫാൻ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ണൂരിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് ഭാഗ്യനാഥൻ എങ്ങനെയാണ് ഇടപെട്ട് വന്നിട്ടുള്ളത്? പിന്നെ ഞാൻ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് അല്ല, പക്ഷെ ഈ ആക്ടിവിസ്റ്റ് സുഹൃത്തുക്കളായിട്ട് സഹകരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്ന പോലെ എനിക്ക് തോന്നില്ല. അങ്ങനെ അതാണ് ഞാൻ ഒരിക്കലും ആക്റ്റീവായിട്ട് അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് റോളല്ല എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ സുഹൃത്തുക്കളായിട്ട് ചില പോസ്റ്റർ ചെയ്ത് അതിനോട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ മുത്തങ്ങലൊക്കെ നടക്കുന്ന ഇഷ്യൂലൊക്കെ നമ്മളവിടെ എത്തുന്നുണ്ട് അറിയാതെ. ആ സമയത്ത് ചില പോസ്റ്ററൊക്കെ ചെയ്യുന്നുണ്ട്. അത് സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ രീതിയിൽ അല്ലാതെ അത് ആക്ടിവിസ്റ്റ് സുഹൃത്തുക്കളെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാധീനം, പിന്നെ നമ്മളൊരു ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഞാനത് എന്നാ പിന്നെ ഒരു ആക്റ്റീവായിട്ട് ഇറങ്ങിക്കളെ അങ്ങനെ ഒരു അത്രയും ധീരനായ ഒരു മനുഷ്യനല്ല അതിന്റെ അർത്ഥത്തില്. കാരണം നമ്മളത് അങ്ങനെയല്ല എന്റെ കലയുടെ ഒരു രീതി. ശരിക്കും നമ്മളത് എന്നാ അതിനുവേണ്ടി വരച്ചേക്കാമെന്ന് വിചാരിച്ച് വരയ്ക്കുന്നതല്ല, അതിനോട് ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഈ എൻഡോസൾഫാൻ വിഷയത്തിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള പോസ്റ്ററുകളൊന്നും അത് വിക്ടിമിനെ വരക്കാനല്ല ഞാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് കുറെ പോസ്റ്റ് ചെയ്യുന്നു, ഒരു 10-15 പോസ്റ്റുകൾ നമ്മൾ കേരളം മുഴുവൻ കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ അതിന്റെ പുറകിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ട് ഓർക്കുന്നുണ്ട്. ഈ എൻഡോസൾഫാൻ തളിക്കണം എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് പിന്നീട് സർക്കാർ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചതിന്റെ ആൾക്കാർ പേര് ഒരേ ആള് തന്നെ 2 പേര്. അപ്പൊ അന്നേരം ഈ കള്ളനും പോലീസ് ഒരാളാണെന്നൊക്കെ രീതിയിലുള്ള ഇമേജുകളാണ് എന്റെ മനസ്സിലില്ല. കള്ളനും പോലീസിന്റെ ടൈറ്റിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് വസ്തുത 2 ഒരാളാണ് എന്നുള്ള ഒരു അങ്ങനത്തെ ചില പിന്നെ പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുന്നവരം മുറിക്കരുത്, അങ്ങനത്തെ കുറെ സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു ആക്ടിവിസ്റ്റ് തലത്തിലല്ല, മറിച്ച് ഈ സുഹൃത്തുക്കളായിട്ട് ബന്ധത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു അവയർനെസ്, പൊളിറ്റിക്കൽ ഒരു അവയർനെസ്. പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു സെറ്റയർ ഉണ്ടല്ലോ എപ്പോഴും. ഞാൻ അങ്ങനെ ഒരു സെറ്റയറിക്കലി കാണുന്നതാണ് അതിന്റെ ഒരു ഇപ്പൊ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ടാകുന്ന ഒരുതരം
എല്ലാം ഒരാളാ. കള്ളനാര് പോലീസുകാർക്ക് ഒരാൾ അവസാനം എത്തിയിരുമ്പോൾ ഒരാളായി തീരുകയാണ് പല കാര്യങ്ങളിലും. ആ ഇമേജ് ഇപ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു സാധനമാണ്. ഇത് രണ്ടും ഒരാളാണ്. ഈ പിടിക്കാൻ പോകുന്ന ആള് പിടിക്കുന്ന ആൾ ഒന്നായിത്തീരുന്ന ഒരു സംഗതി. അങ്ങനത്തെ ഇമേജുകളാണ് പലപ്പോഴും വന്നിട്ടുള്ളത് പിന്നീട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇത്രയും വരയും പിന്നെ എഴുത്തുമുണ്ട്, എഴുതുകയും ചെയ്യും ഭാഗ്യൻ. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? രാഷ്ട്രീയബോധം തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയണ്ടത്, ഞാനൊരിക്കലും ഈ മതത്തിന്റെ ഒക്കെ പേരുള്ള സംഗതികൾ ഒരിക്കലും വളരെ സെക്യുലറായിട്ട് കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ കാണാൻ ആഗ്രഹിക്കണം. അത്ര ഒരു നിലപാട് നമ്മൾ വർക്കിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ എങ്ങനെ ജീവിക്കും, എന്താണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതം കഴിയുന്നിടത്തോളം യുക്തിസഹജമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സംഗതിയാണ് രാഷ്ട്രീയം. അവനവന്റെ രാഷ്ട്രീയം ഞാൻ വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മളെ പലരും സ്വാധീനിക്കും. ആ അർത്ഥത്തിൽ ഞാനൊരു വലതുപക്ഷ ചായവുള്ള ഒരാളല്ല. എന്നാൽ അതേസമയം ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ സോക്കോൾഡ് ഇടതുപക്ഷത്തിന്റെ പല കാര്യങ്ങളെയും വളരെ ക്രിട്ടിക്കലി കാണുന്ന ഒരാളാണ്, വളരെ ദുഃഖത്തോടെ കാണുന്ന ഒരാളുമാണ്. ആ രീതിയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളൊക്കെ വളരെയധികം അങ്ങേറ്റം ജീർണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അത്ര ഉത്കണ്ഠകളും ഇതൊക്കെ നമ്മൾ വർക്കിൽ വരുന്നുണ്ട് സെറ്ററിക്കലി. അവിടെയൊക്കെ തെയ്യത്തിന്റെ ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ പനി എന്നൊക്കെ പറഞ്ഞ തെയ്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പം തെയ്യം എന്ന് പറഞ്ഞാൽ മാസ്ക് ഇല്ലാത്തൊരു തെയ്യമുണ്ട്, ഭയങ്കര പരിഹാസത്തോടെ ഇങ്ങനെ കാണുന്നത് പനിയൻ തെയ്യം. അതിപ്പോ ഞാൻ വരച്ചോണ്ടിരിക്കുന്ന ഇമേജ് വരുന്നുണ്ട്. അതൊക്കെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പം ശബരിമല പോലത്തെ സംഭവങ്ങൾ നടക്കുന്ന ഇഷ്യൂസ്, അതിനെ പനിയം പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇതിനൊരു സറ്റാരിക്കലി കളിയാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ, അങ്ങനെയൊക്കെ അറിയാതെ വരുന്ന കുറെ ഇമേജുകളുണ്ട് ഇതിനകത്ത്. പിന്നെ മാജിക് പോലെ നമ്മളിപ്പം എല്ലാ തെളിവോടും കൂടി മീഡിയയിലൊക്കെ വരികയും പിന്നീട് പറയുന്ന തെളിവൊന്നും ഇല്ല എന്ന് പറയുന്ന സംഭവങ്ങൾ, ഒരു മജീഷ്യൻ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് മാജീഷ്യനൊക്കെ പലപ്പോഴും വരുന്നുണ്ട് ഇപ്പോൾ ഇമേജുകൾ. ഞാൻ പറഞ്ഞത് അത് ഓട്ടോമാറ്റിക് സംഭവം മാജിക് പോലെ അപ്രത്യക്ഷമാവാണ്. പല ബാബറി മസീഷ് പോലും പൊളിച്ച് തെളിവില്ല എന്ന് പറയുന്നത് എല്ലാവരും കാണുകയും പിന്നീട് അത് അങ്ങനെയുള്ള ഒരു മജീഷ്യന്മാര് ആവർത്തിച്ച് വന്നിരിക്കുന്ന സ്ഥലം പോലെ തോന്നുന്നത്. ഇത് പലപ്പോഴും ലിറ്ററേച്ചറൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ഇതിപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്തായാലും ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണ് ഭാഗ്യനാഥ്. അതുകൊണ്ട് തന്നെ ജീവിക്കാണല്ലോ. എങ്ങനെയാണ് അത്? പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ ബിനാലിൽ വന്നു, ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഭാഗ്യന്റെ? എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തല്ല, ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടൊരു മാറ്റം, വലിയ മാറ്റം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതായത് ചിത്രം വരച്ച് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു കാരണം ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു കഥ എഴുതിയിട്ട് ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടാൽ മലയാളം അറിയുന്ന ആൾക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചിത്രത്തിന്റെ ഒരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു, ചിത്രം വരച്ചിട്ട് ഒരു ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയാൽ നമ്മൾ പലരും കോൺടാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നെ മാത്രമല്ല, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു വലിയ ഷോ ഇപ്പം പുറത്ത് നടക്കുകയാണ്. അവർ പറഞ്ഞത്, അവർ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അവർ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് അവർക്ക് ലണ്ടനിലുള്ള നല്ലൊരു ഗാലറി അവർക്ക് ഷോ ഓഫർ ചെയ്യുന്നത്. അതായത് വിസിബിൾ ആക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. ഇത് സാഹിത്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഈ ഭാഷ നമ്മളെ ഞാൻ പറഞ്ഞിരുന്നത് കണ്ണിന്റെ ഭാഷ ആയതുകൊണ്ട് വിസിബിൾ ആക്കാൻ എളുപ്പമായതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈവൻ എൻ്റെ അടുത്ത് പോലെ തുടക്കത്തിലൊക്കെ അവിടെ വന്ന സമയത്ത് തന്നെ മൊറീഷ്യസ് എന്നൊക്കെ ഒരാൾ വന്നിട്ട് ആയുർവേദ ചികിത്സ വന്നപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ചിത്രം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. അയാൾ പറഞ്ഞിട്ട് ഞാൻ ഇന്റർനെറ്റ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്, നെറ്റ് വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിസിബിൾ ആക്കാൻ കുറെ കൂടി എളുപ്പമാണ് ഇപ്പം. ആ രീതിയിൽ ചിത്രകലയ്ക്കൊരു ഇന്റർനെറ്റിന്റെ വരവോടുകൂടി വലിയൊരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിലൊരു അന്തരീക്ഷത്തിൽ ഇപ്പം കുറച്ചുകൂടി സജീവമാണ് ശരിക്കും. ഇപ്പൊ ബിനാലെ പോലൊരു സംഗതി ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് അതിന്റെ പുറകിൽ. കാരണം പിന്നെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് പോലും ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഒരു 10 ആളെ പേര് പറഞ്ഞാൽ 10 ആളെ പേര് പറഞ്ഞ് 10 പേരോട് വന്നിട്ടുണ്ട്, അവരെ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിന്റെ അടുത്ത് ഇഷ്ടപ്പെടുന്ന ലെറ്റസ്റ്റ് ടോക്ക് എന്നൊരു പ്രോഗ്രാം ഉണ്ട് ഇതിന്റെ പുറകിൽ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആർട്ടിസ്റ്റായിട്ട് നേരിട്ടിട്ട് ഇന്ററാക്ട് ചെയ്യാം നമുക്ക്. കഴിഞ്ഞ വർഷം ഞാനിപ്പോ തുടക്കത്തിലുള്ളതാണ് അതായത് വില്യം കെൻഡ്രിഡ്ജ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കലാകാരന്റെ ലെറ്റസ്റ്റ് ടോക്ക് പ്രോഗ്രാം പുള്ളിയോടെ വന്നിട്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഇന്റർനാഷണലി ഞാൻ ഏറ്റവും ശ്രദ്ധയോട് വാച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അയാൾ പുതിയ ലോകത്തിന്റെ പുതിയ മാധ്യമങ്ങൾ, അതിന് വീഡിയോ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രോയിങ് ഉപയോഗിക്കുന്നുണ്ട്, മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് എല്ലാം കൂടി വെച്ചിട്ട് അസാധാരണമായിട്ടുള്ള ഒരു കലാകാരന്റെ ഒരു പെർഫോമൻസ് പുള്ളി നേരിട്ടോടെ വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുള്ളതുകൊണ്ടാണല്ലോ. അത് കലാവിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പലതും പഠിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, കലാവിദ്യാർത്ഥികൾക്കും കാണികൾക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ബിനാലെ ഉണ്ടാക്കിയൊരു കൾച്ചറൽ സ്പേസ് വളരെ വലുതാണ്. അതിന്റെ ഒരു എക്കോസിസ്റ്റം വലുതാണ്. കാരണം വെച്ചാൽ എന്താണ് ചിത്രകല അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ദൂരത്തെത്തി കേരളത്തിൽ, ഇല്ലേ? അങ്ങനെയാ തോന്നിയിട്ടുള്ള ഭാഗ്യനാഥ്. ഇപ്പൊ ഒരു സാഹിത്യം പോലെയോ സിനിമ പോലെയോ ഒരിക്കലും
പോപ്പുലർ അല്ല ചിത്രകല. ഒരു സംശയമില്ലല്ലോ. സാഹിത്യം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാനല്ലോ. സാഹിത്യം ഡോമിനേറ്റ് ഇപ്പൊ മോഡേണിറ്റി എന്ന് പറയുന്ന പോലും കേരളത്തിലൊരു ആധുനികത എന്ന് പറയുന്ന സാഹിത്യബന്ധിതമാണ് ശരിക്കും. എനിക്ക് തോന്നിയിട്ടില്ല അല്ലെ? അങ്ങനെ എനിക്ക് തോന്നുന്നു കവിതയായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഒരു മോഡേണിറ്റി. മനുഷ്യന്റെ ജീവിതത്തെ പോലും അത് ഒരു സമയത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. പല കഥകളെടുത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നായിരിക്കും. അപ്പൊ ചിത്രകല അങ്ങനെയല്ല ശരിക്കും. ചിത്രകലക്ക് വേറൊരു സ്പേസുകൾ, അതായത് ഒട്ടും ജനകീയമല്ലാത്ത ഒരു ഇതാണ് ചിത്രകല. വളരെ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനത്തെ എക്സ്പാൻഷൻ സാഹിത്യത്തിലുള്ള പോലെ. അത് മാത്രമല്ല കാണികളുടെ തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും, ഞാനിവിടെ കൊച്ചിയിൽ വന്നപ്പോൾ 10-15 കൊല്ലമായി കൊച്ചി തന്നെ താമസിക്കും. ആദ്യകാലത്ത് ഗാലറിയിൽ വരുന്നത് ചിത്രകാരന്മാർ തന്നെയാണ്. 99% ചിത്രകാരന്മാരോ അല്ലെങ്കിൽ അത്യാവശ്യം ചിത്രങ്ങളെ കുറിച്ച് എഴുതുന്നവരോ അല്ലാതെ ഒരു സാധാരണ മനുഷ്യര്, അല്ലാത്തൊരു മനുഷ്യര് സാഹിത്യം വായിക്കുന്നവരൊന്നും വരാറില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാല് ഇത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ദർബാറുകളൊക്കെ നടക്കുന്ന ഷോ കാണാൻ വരുമ്പോൾ സാഹിത്യകാരൻ വരുന്നുണ്ട്, സാധാരണ പബ്ലിക് കയറി വരുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം. അത് പബ്ലിക്കിന്റെ ഇടയിലും കൂടി ഇതിനെപ്പറ്റി അത് പിന്നാലേക്ക് വലിയ റോളുണ്ട്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിലെ ചിത്രകല രംഗത്ത്. ആളുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചിത്രം എങ്ങനെ വെക്കുന്നു, കാരണം എനിക്ക് തോന്നുന്നു ചിത്രം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുള്ള അറ്റ്മോസ്ഫിയർ കൂടി അതിന്റെ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ശില്പം ചിത്രം വെക്കോ, എവിടെ വെക്കുന്നു എന്നുള്ളൊരു സംഗതി, എങ്ങനെ വെക്കുന്നു, അതില് ഈ ബിനാലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലളിത അക്കാദമിയുടെ ഈ സ്പോൺസേർഡ് ഷോ നടക്കും, ഞാനൊരു ജൂറി മെമ്പർ കൂടിയായിരുന്നു. അപ്പൊ അത് ഞാൻ മിക്കവാറും ഷോ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഈ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ ഒരു ചിത്രം ഇങ്ങനെ വെറുതെ കെട്ടിത്തൂക്കിയാൽ പോരാ എന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് കാണികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് സീരിയസ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. അത് ഒരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇടയിൽ. അത് ഡിസ്പ്ലേയും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ്. അതും ഈ വർക്ക് ഡിസ്പ്ലേ ഇതിന്റെ ആസ്വദിക്കേണ്ട ഭാഗമാണെന്നുള്ളൊരു ഇത് ആ രീതിയിൽ മൊത്തത്തിലൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് ശരിക്കും ഈ ബിനാലയ്ക്ക് ശേഷം. അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പം ഒരു ഫ്യൂച്ചർ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭാഗ്യന്റെ മകളും ആർട്ടിസ്റ്റാണ്, ഭാര്യയും ആർട്ടിസ്റ്റാണ്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ചിത്രകലാ കുടുംബമാണ്. അപ്പൊ അതിനകത്ത് ഇവരുടെയൊക്കെ അപ്രോച്ച് എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? കാരണം പല രീതികൾ, പല ആശയങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ എന്നാലും ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ എന്താണ് സാധ്യതകളുള്ളത്? അല്ല, എനിക്ക് ഈ പറഞ്ഞ ഇന്റർനെറ്റിന്റെ ഒക്കെ കാര്യം സാധ്യതയുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ് കൂടുതലും വേറെ രീതിയിൽ അംബീഷ്യസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പല രീതിയിൽ നമ്മള് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ പുതിയ പലരും ക്രിട്ടിക്കലി പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ മോളൊക്കെ വന്ന് സംസാരിക്കും, ഫ്രണ്ട്സൊക്കെ സംസാരിക്കും. അവര് നമ്മളെ ഒരു ജനറേഷനിലുള്ളൊരു രീതിയിലുള്ള പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അല്ലല്ലോ ഇന്നുള്ള. അത് കംപ്ലീറ്റ് മാറി. പ്രത്യേകിച്ച് മാർക്സിസം പോലത്തെ ഒരു ഐഡിയോളജി ഇത് നോക്കിക്കാണുന്നതിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് യങ്സ്റ്റേഴ്സ്. അതേസമയം അവർക്ക് കാര്യങ്ങളൊക്കെ പിടിയുണ്ട്. അവർ ജെൻഡർ ഇഷ്യൂവിൽ വളരെ കോൺഷ്യസ് ആണ്. പിന്നെ റിലീജിയന്റെ പേരിൽ നടക്കുന്ന നോൺസെൻസ് ആക്ടിവിറ്റീസിനെ കുറിച്ച് അവർ പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പോൾ കാണാറുണ്ട്. പിന്നെ ഈ മൂവ്മെന്റ് പലപ്പോഴും നടക്കുന്ന ഇപ്പൊ ദളിത് മൂവ്മെന്റ്സ് ഒക്കെ അവർ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തില് അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ട് വേറെ രീതിയിൽ. പലരും പറയുന്ന പോലെ അല്ല ഞാൻ കാണുന്നതിനാ. കാരണം അങ്ങനെ ഈ പുതിയ പിള്ളേര് ശരിയല്ല എന്ന രീതിയിലല്ല. അവർക്ക് അവര് ഓരോ കാലത്തും പുതിയ കാലത്തിൽ പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ അത് നടക്കും തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മളെ കാലത്തുള്ള പോലുള്ളൊരു അന്വേഷണം ആവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്നുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ പല രീതിയിൽ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പൊ ലെഫ്റ്റിന്റെ ചില ഇടപെടലുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പക്ഷെ ഇന്നങ്ങനെ ഇൻഫ്ലുവൻസ് ആവാൻ എന്തുണ്ടെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നത് എന്താണ് ഇവർ കാണുന്നത് ഇല്ലാതെ അവരത് ഒഴിവാക്കും. അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൽ അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ട് തോന്നൽ അവരെ അട്രാക്ട് ചെയ്യുകയും അതിലേക്ക് വരികയും ചെയ്യും. ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റാഡിക്കൽ സ്കൂൾ, ബറോഡ സ്കൂളിലൊക്കെ വരുന്നുണ്ടല്ലോ. അതിനകത്ത് ഇപ്പം നമ്മൾക്ക് അറിയാം പ്രഭാകരൻ, കവിത ഒക്കെ കേരളത്തിൽ, കൃഷ്ണകുമാർ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന സമയം കൂടിയാണ് അന്നേരം അല്ലേ? അത് എങ്ങനെയാണ് നിങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ രീതിയിൽ അവരുടെ കോഴിക്കോടായിരുന്നു ആദ്യത്തെ എക്സിബിഷൻ നടക്കുന്നത്. പ്രതിലോമ ദൃശ്യബോധത്തിനെതിരെ കലാകാരന്മാർ സംഘടിക്കുന്നതാണ് അതിന്റെ ഒരു ഹെഡിങ്. അതുപോലെ എഴുതിയാൽ പോലും ഞാൻ പറയാ വെച്ചാൽ നേരത്തെ പറഞ്ഞ എ സോമേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. എൻ്റെ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ചില സൗഹൃദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അത് മനസ്സിലാക്കുന്നത് ഈ പത്രം എഴുതുന്നതിലൊക്കെ എ സോമേട്ടൻ ഉണ്ടായിരുന്നു കൂടാന്ന് സോമേട്ടൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കണക്ഷൻ ഉണ്ടല്ലോ, അതായത് അതേസമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് ജനകീയ വിചാരണയിൽ ജഡ്ജായിരുന്നു മൂപ്പരെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ചിത്രങ്ങളിൽ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. എന്റെ ആദ്യമായിട്ട് എന്നെ കുറിച്ച് എഴുതുന്ന മൂപ്പരാണ് ആദ്യമായിട്ട് മാധ്യമത്തിൽ. അപ്പൊ പുള്ളിയുടെ ഞാൻ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കാണുന്നത് അങ്ങനെയാണ്. ഈ അന്നത്തെ യൂത്തിന്റെ പൊതുവേ ഉള്ളൊരു ഇത് പുള്ളി ഈ പത്രം എഴുതുന്നതിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ടൈറ്റിലൊക്കെ പ്രതിലോമ ദൃശ്യത്തിനെതിരെ കലാകാരൻ മധുസൂദനാണ് ഇത് ചെയ്തെന്ന് പറയുന്നുണ്ട്. കെ മധുസൂദനാണ്. പക്ഷെ പുള്ളിയും കൂടി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എഴുത്തിൽ. സോമേട്ടൻ തന്നെയോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ പൊതുവെ ഉണ്ടായിട്ടുണ്ട് യൂത്തിന്റെ. അത് അതിനുശേഷമാണ് നമ്മൾ കോളേജിൽ വരുന്നത്. അത് അത്തരം പൊളിറ്റിക്കലുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മളെ കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ ഈ ഗ്രൂപ്പിന്റെ ഇടപെടൽ കാരണമായിട്ടുണ്ട്. വിനോദ് ബിഹാരി മുഖർജിയുടെ ആറ്റിറ്റ്യൂഡ്, രാംകിറിന്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ പൊതുവെ ബംഗാൾ സ്കൂളിന്റെ ഇവർക്ക് ഭയങ്കര ക്രിട്ടിക്കലി കണ്ടിട്ടുണ്ട്, KCS മണിക്കർ ക്രിട്ടിക്കലി കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ആലോചിക്കാൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞ നിരവധി ചോദ്യങ്ങൾ കേരള സൊസൈറ്റിന് മുമ്പിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണം നമ്മൾ വിദ്യാർത്ഥികളെന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും അറിഞ്ഞോ അറിയാതെയോ ഒരു സൈക്ക് ഉണ്ട് തോന്നുന്നു, കലാകാരന്റെ ഒരു ആർട്ടിസ്റ്റിക് സൈക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് തൊട്ട് മുമ്പുള്ള കലാകാരന്മാർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അന്വേഷണം എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും കാണാൻ പറ്റും തോന്നുന്നു. സിനിമയിലാണെങ്കിലും സാഹിത്യ ഇൻഫ്ലുവൻസർ ആകുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റേതായിട്ടുള്ള ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് നല്ല കലാകാരന്മാർക്ക്. ഇതൊക്കെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മളതൊന്നും ചെയ്തെന്ന് പറയുന്ന ആളല്ല. പക്ഷെ അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട് ഉള്ളിൽ. ഇത് ഈ റാഡിക്കലിന്റെ അപ്രോച്ചിൽ കാണാൻ പറ്റും. ഈ മദ്രാസ് സ്കൂളിന്റെ സമീപത്തു നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ ഒരു പുതിയ കലയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആ രീതിയിൽ അത് നമ്മളെ പല രീതിയിലും അങ്ങനെ വരുമ്പോൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പല കാര്യങ്ങളും ഞാൻ വളരെ ക്രിട്ടിക്കലി കാണുന്നത്. കാരണം ഗാലറി ഇല്ലാത്ത സമയത്ത് ഗാലറി അതൊക്കെ വേറൊരു വളരെ ക്രിട്ടിക്കലി കാണേണ്ട ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഒട്ടും റിലവന്റ് അല്ലാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ എങ്കിൽ പോലും കുറെ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മളെ ഭാഗത്തുനിന്നും അന്വേഷിക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്.